ബജറ്റ് മേശപ്പുറത്ത് വെച്ചതോടെ പ്രതിപക്ഷ കൗൺസിലർമാർ പ്രതിഷേധം ആരംഭിച്ചു. ബജറ്റ് പേപ്പറുകൾ കീറിയെറിഞ്ഞു. ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചേരാതെയാണ് ബജറ്റ് അവതരിപ്പിച്ചതെന്നും ഇത് ചട്ടലംഘനമാണെന്നുമായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആരോപണം. എന്നാൽ മുനിസിപ്പൽ ആക്ട് 290 പ്രകാരം സെക്രട്ടറിയാണ് ബജറ്റ് അവതരിപ്പിച്ചതെന്നായിരുന്നു ഭരണപക്ഷത്തിന്റെ വാദം. പിന്നാലെ ബജറ്റ് പ്രസംഗം നടത്താനെത്തിയ ഡെപ്യൂട്ടി മേയറെയും പ്രതിപക്ഷം വളഞ്ഞു. ഡെപ്യൂട്ടി മേയർക്കും തനിക്കും നേരെ ആക്രമണം നടന്നുവെന്നാണ് പ്രതിഷേധത്തിന് പിന്നാലെ മേയർ എം അനിൽകുമാർ ആരോപിച്ചത്. എല്ലാവരും കൂടി കയറി ഒരു ഡെപ്യൂട്ടി മേയറെ ശാരീരികമായി ആക്രമിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറി. ഒരു മേയറെയൊക്കെ കയറി അറ്റാക്ക് ചെയ്യുക എന്നൊക്കെ പറയുന്നത് അങ്ങനത്തെ സംഭവങ്ങൾ കേരളത്തിൽ ഉണ്ടാവാറില്ല. അവർ ഇവിടെ വന്നതിന് ശേഷം പോലും ഡെപ്യൂട്ടി മേയർ വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു. അത് ഒരു കാരണവശാലും ഒരു ഡെപ്യൂട്ടി മേയറോട് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. അങ്ങേയറ്റം പ്രതിഷേധാർഹമായിട്ടുള്ളൊരു കാര്യമാണ്. കൊച്ചിക്കാരെ പറ്റിക്കുന്ന ബജറ്റാണിതെന്നും മേയർ രാജിവെക്കണമെന്നും ആവശ്യപ്പെട്ട് പ്രതിപക്ഷം കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. തീർത്തും ഈ ബഡ്ജറ്റ് കൊച്ചിക്കാരെ പറ്റിക്കുന്ന രീതിയിലുള്ള ഒരു ബഡ്ജറ്റായി മാറിയിരിക്കുന്നത്. ഡെപ്യൂട്ടി മേയർ ഈ സ്ഥാനം രാജിവെച്ച് ഒഴിയണമെന്നാണ് UDFന്റെ ആവശ്യം. ഡെപ്യൂട്ടി മേയറുടെ ഓഫീസിന് മുമ്പിൽ ഡെപ്യൂട്ടി മേയർ രാജിവെച്ചെന്ന ബോർഡും പ്രതിപക്ഷ കൗൺസിലർമാർ സ്ഥാപിച്ചു. അതേസമയം ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചേരാത്തതിന് പിന്നിൽ CPI തർക്കമുണ്ടോ എന്ന ചോദ്യത്തിന് മേയർ മറുപടി നൽകിയില്ല. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.